എന്റെ ബിന്ദു ഇവിടെ ഇങ്ങനെ തർക്കിച്ചു നിൽക്കുന്ന നേരം പോരെ ഇത്തിരി ചോറും കറി ഉണ്ടാക്കാൻ? അതെങ്ങനെയാ? എന്റെ ജോലിയുടെ സ്വഭാവം എന്താണോ, ഒരു ഓവർസീറുടെ ബുദ്ധിമുട്ടുകൾ എന്താണോ, അതൊന്നും നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇടുക്കിയിൽ ഒഴുകുന്ന വെള്ളം ഡാം കെട്ടി തടഞ്ഞ് പൈപ്പിട്ട് താഴേക്ക് എത്തിച്ച് ജനറേറ്റർ ഇറക്കി കറണ്ട് ഉണ്ടാക്കി അത് നാട് മുഴുവൻ കമ്പി വലിച്ച് വീട്ടിലെത്തിക്കുന്ന ജോലി വരെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ചെയ്യണത്? എന്റെ സുഗുണേട്ടാ, എല്ലാവർക്കും പണികളുണ്ട്. വെളിച്ചാകുമ്പോ മുതൽ അന്തിയാവണ വരെ ഞാൻ ഇവിടെ കിടന്ന് വലിക്കണത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? അവിടെ ഇടയ്ക്കിടയ്ക്ക് നീ ഇത് പറയുന്നുണ്ടല്ലോ. നിനക്ക് എന്താടി ഇവിടെ അത്ര വലിയ ജോലി? ഏയ് ഒന്നുമില്ലാലോ. രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാ മതിയല്ലോ, കുക്കറെ ഇന്ന് 3 പേർക്ക് ചോറ് വേണം കേട്ടോ. അത് കേട്ട ഉടനെ കുക്കർ എടുത്ത് വെള്ളം ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകാവുമ്പോ എന്നെ നോക്കി ഇങ്ങനെ കൂ കൂ എന്ന് വിളിക്കൂലോ. അങ്ങനെ ഒരുപാട് കൂവണ്ട. ഈ വീട്ടിലെ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ. ഒരു ദിവസം ഈ വീടിനകത്തെ പണി മുഴുവൻ ചെയ്ത് നോക്ക്, അപ്പൊ കാണാം. എന്തിനു ഒരു ദിവസം ആക്കുന്നത്? 365 ദിവസം ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ നോക്കാം. പകരം നീ പുറത്തു പോയിട്ട് ഞമ്മിനുള്ള വക സമ്പാദിച്ചു കൊണ്ടുവരുവോ? എന്തേ ഉത്തരം മുട്ടിപ്പോയോ? ഈ ഷർട്ടും പാന്റും നോക്കി ചുളിവ് മാറിയിട്ട് നോക്ക്. ഇതിനേക്കാൾ ചുളിഞ്ഞതാണ് അലമാരിക്ക് അകത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിലെ ഭാരിച്ച ജോലികൾ മുഴുവൻ തീരുമ്പോ എന്റെ മോള തുണികളൊക്കെ ഒന്നുകൂടി എടുത്തു വെച്ചങ്ങ് തേക്ക്. അതും കൂടി പറയാനിപ്പോ വിളി.